ഹായ് നമസ്കാരം ഫാസിലാണ്. നമ്മൾ മഴൻ്റെ മുന്നോടിയായിട്ട് മാവൊക്കെ പ്രൂൺ ചെയ്ത് പുതിയ തളിരില വരുന്ന സമയത്താണ് നല്ല മഴ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമ്മളെ കത്രി കൊണ്ട് കട്ട് ചെയ്ത പോലെ ഇലകൾ വീകുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മളെ ഇലമുറിയൻ വണ്ടിന്റെ ആക്രമണമാണ്. അപ്പൊ ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഈ തളിരില വരുന്ന ഒരു സമയത്ത് അതിങ്ങനെ കട്ട് ചെയ്തിട്ടിടും. അതിന്റെ അടിയിൽ മുട്ടാണ് ഉള്ളത്. അപ്പോൾ അത് താഴത്ത് വീണിട്ട് അത് വീണ്ടും പെറ്റ് പെരുകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പെരുക്കിയിട്ട് ഒന്നെങ്കിൽ കത്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കണം, എവിടെയെങ്കിലും കൊണ്ടുവരണം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത മാവിനെന്നല്ല അടുത്ത ചെടികൾക്കൊക്കെ അത് ദോഷമാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ജൈവ രൂപത്തിൽ നമ്മളിപ്പോൾ കീടനാശിനികളൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ കീടനാശിനിയൊക്കെ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മൾ കോറണ്ട എന്ന് പറഞ്ഞിട്ടുള്ള രാസ കീടനാശിനി ഉണ്ട്. അത് ലേശം സ്ട്രോങ് ആണ്. അപ്പോൾ അതൊരു 2 ml 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് ഇപ്പം ഇന്ന് വൈകുന്നേരം ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതേപോലെ നാളെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ മഴ വന്നിട്ട് അത് പോയി കഴിഞ്ഞാലും വലിയ എഫക്റ്റ് ഇല്ല. അപ്പോൾ ഈ തളിരലൊന്നും അത്യാവശ്യം മൂപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട് ചെയ്യൂല. ഈ ഒരു പ്രായത്തിൽ മാത്രമേ ഇത് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതേ അതിനൊരു പ്രതിവിധി ഉള്ളൂ. അല്ലാതെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളിയും വിഷത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല. അതിപ്പോഴും അതിന്റെ പ്രതിവിധി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മാവിലേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ ഇതുവരെ വന്നിട്ടില്ല, കട്ട് ചെയ്തിട്ടുമില്ല.